തികച്ചും നിരാശാജനകമായ ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. തുടർച്ചയായി സെല്ലിംഗ് പ്രഷർ നേരിടുന്ന സ്റ്റോക്ക് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം തന്നെ കമ്പനിയുടെ പെർഫോമൻസ് മോശമാകുന്നു എന്ന് ട്രേഡേഴ്സിനോ അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സിനോ സൂചന ലഭിച്ചതുകൊണ്ടാകാം. ജിയോ ഫിനാൻഷ്യൽ സർവീസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.7% ഉയർന്ന് 278 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 110. കമ്പനിയുടെ പ്രോഫിറ്റിലോ റവന്യൂവിലോ ഇംപ്രൂവ്മെൻറ്റ് കാണുന്നില്ല. തുടർച്ചയായി 295-അടുത്തുള്ള സ്റ്റാഗ്നേറ്റഡ് പ്രോഫിറ്റ് തന്നെയാണ് കമ്പനി ഇപ്രാവശ്യവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കമ്പനിയുടെ റവന്യൂ 414 കോടിയിൽ നിന്നും 449 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ ഉയർന്നതിന് പ്രൊപ്പോർഷണലായി കമ്പനിയുടെ എക്സ്പെൻസ് 99 കോടിയിൽ നിന്നും 131 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനി അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ബിസിനസ് ഇതുവരെയും പൂർണ്ണമായും ആരംഭിച്ചിട്ടില്ല. കമ്പനി ഒരു ശൈശവ ദിശയിലുള്ള കമ്പനിയാണ്. വിവിധ സെഗ്മെൻറ്റുകളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പല ഏജൻസികളുമായും അല്ലെങ്കിൽ പല കമ്പനികളുമായും കമ്പനി പാർട്ണർഷിപ്പിലും ഡീലുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട്. മുമ്പ് റിലയൻസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് റീസെൻ്റ്ലി ബ്ലാക്ക് റോക്കുമായി ചേർന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്കും അസറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സെക്ടറിലേക്ക് കൂടി കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് NBFC സെക്ടറിൽ അല്ലെങ്കിൽ NBFC കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതേസമയം വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ്. പ്രവർത്തനം പൂർണ്ണമായും ആരംഭിച്ചിട്ടില്ല. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 300 വരും സമയങ്ങളിൽ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. കഴിഞ്ഞ ഒരു വർഷമായി സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാണ്. 384 രൂപയിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി ഇപ്പോൾ 279-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 260 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. 260 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 225-230 എന്ന സോൺ വരെ ഇടിയാൻ സാധ്യതയുണ്ട്. 225-അടുത്തും സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ ഓൾ ടൈം ലോയിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ പോയേക്കാം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 300 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 300-ന് മുകളിൽ 350, 380 തുടങ്ങിയ ലെവലുകളാണ് അടുത്ത റെസിസ്റ്റൻസായി വരുന്നത്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതുമായ ഒരു സ്റ്റോക്കാണ് SBI ലൈഫ് ഇൻഷുറൻസ്. SBI ലൈഫ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.6% ഉയർന്ന് 1539-അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 1.54 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 70.73. മാർക്കറ്റ് 400 മുതൽ 500 കോടിക്ക് ഇടയിലുള്ള പ്രോഫിറ്റാണ് SBI ലൈഫിൽ നിന്നും പ്രതീക്ഷിച്ചത്. പക്ഷേ SBI ലൈഫിൻ്റെ പ്രോഫിറ്റ് 550 കോടിയായി ഉയർന്നു. 321 കോടിയിൽ നിന്നും 71% വളർച്ചയാണ് കമ്പനിയുടെ പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. കൂടാതെ നെറ്റ് പ്രീമിയം ഇൻകത്തിലും 11% വളർച്ച കൈവരിച്ചു. 22,326 കോടിയിൽ നിന്നും 24,828 കോടിയിലേക്കാണ് നെറ്റ് പ്രീമിയം ഇൻകം ഉയർന്നിരിക്കുന്നത്. സോൾവൻസി റേഷ്യോ 1.04% നിന്നും 2.04% എത്തി. ഇത് റെഗുലേറ്ററി റിക്വയർമെൻറ്റിന് മുകളിലാണ്. കൂടാതെ പെർസിസ്റ്റൻസി റേഷ്യോയിലും ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പെർസിസ്റ്റൻസി റേഷ്യോ 83 ബേസിസ് പോയിൻറ്റ് ഉയർന്നു. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 13% വർദ്ധിച്ച് 4.42 ലക്ഷം കോടിയായി ഉയരുകയും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 61:39 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ 63% വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. SBI ലൈഫ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വരുന്നുണ്ട്. ഒരു സമയത്ത് 1900 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് പിന്നീട് 1300 വരെ ഇടിയുകയും 1300-നടുത്ത് ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് സ്റ്റോക്ക് ഇപ്പോൾ 1500-നടുത്ത് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട്. 1500-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ സ്ട്രെങ്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്ക് 1750, 1800 വരെ ഉയരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.